കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. പൊട്ടാറ്റോ സ്മൈലി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്നും അതെങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാമെന്നൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഞാനൊരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് നന്നായി ഒന്ന് പുഴുങ്ങിയിട്ട് അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. ഇനി ഇത് നല്ല സ്മൂത്തായിട്ടൊന്ന് ഉടച്ചെടുക്കണം, കട്ടയൊന്നും ഇല്ലാതെ. ഒന്നുകിൽ ഉടച്ചെടുക്കുക, അതല്ലെങ്കിൽ ഇതുപോലെ ചെറിയ ഗ്രേറ്റർ ഉണ്ടെങ്കിൽ, ചെറിയ ഓട്ടയുള്ള ഗ്രേറ്റർ ഇല്ലേ, അതുണ്ടെങ്കിൽ അതിൽ വെച്ച് ആക്കിയാൽ മതി. അതുമില്ലെങ്കിൽ നല്ല സ്റ്റീലിൻ്റെ അരിപ്പയൊക്കെ ഉണ്ടാവില്ലേ, അതിൽ വെച്ചിട്ടും ആക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഗ്രേറ്ററിൽ വെച്ചിട്ടാണ് ആക്കുന്നത്. മുഴുവൻ ഉരുളക്കിഴങ്ങും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ള ഒരു ഡോ കിട്ടും. ഇനി ഇതിൽ ഫ്ലേവർ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഞാനിവിടെ വളരെ കുറച്ച് ചേരുവേ ചേർക്കുന്നുള്ളൂ. ഗാർലിക് പൗഡറാണ്, വെളുത്തുള്ളി ഉണക്കി പൊടിച്ചതാണ് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും, ഇത്രേ വേണ്ടുള്ളൂ. നമുക്ക് വേറെ ഏത് ഫ്ലേവർ വേണമെങ്കിലും കൊടുക്കുക. ചില്ലി ഫ്ലേക്സോ പെപ്പറോ ഒറിഗാനോ അങ്ങനെയൊക്കെ കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലിട്ടത് കോൺഫ്ലവറാണ്. കോൺഫ്ലവർ ചേർത്തിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ കുഴക്കാൻ ആവശ്യത്തിനുള്ള കോൺഫ്ലവർ വേണം, പ്രത്യേകിച്ച് അളവില്ല. ഞാനിപ്പോൾ ഏകദേശം ഒരു കപ്പോളം കോൺഫ്ലവറൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ 3 ഉരുളക്കിഴങ്ങിന്. ഇനി സ്മൂത്തായ ഡോനെ ഒന്ന് കുഴച്ചിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്തെടുക്കുക. പിന്നെ ഇതുപോലെ റിംഗ് ആയിട്ടുള്ള വല്ല മോൾഡ് ഉണ്ടെങ്കിൽ അതിലാക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ബോട്ടിലിൻ്റെ അടപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഈ ഒരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ആ ഒരു സ്മൈലിൻ്റെ ഒരു ഇത് കൊടുക്കണമെങ്കിൽ ഞാൻ സ്ട്രോ വെച്ചിട്ടാണ് 2 കണ്ണിൻ്റെ ആ ഒരു ഭാഗം ചെയ്യുന്നത്. സ്ട്രോ ഇല്ലെങ്കിൽ നമ്മൾ പെന്നിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ആ ഒരു ഷേപ്പിലുള്ള എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ 2 ഓട്ടാക്കി കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു ഷേപ്പിലുള്ള സ്പൂൺ, നമ്മുടെ മെഷറിംഗ് സ്പൂണൊക്കെ ഇല്ലേ റൗണ്ട് ഷേപ്പിലുള്ളത്, അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്താൽ ആ ഒരു സ്മൈലി അവിടെ റെഡിയായി. ബാക്കിയുള്ള മാവും നമുക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്തും വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ട്രേയിൽ ഇതുപോലെ ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. അത് ഫ്രീസറിൽ വെക്കാം കേട്ടോ. ഇനി ബാക്കിയുള്ളത് നമുക്ക് പൊരിച്ചെടുക്കാം ആവശ്യത്തിനുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഞാൻ ഇപ്പോൾ പൊരിക്കണേ, ഓയിലിൽ വേണമെങ്കിലും പൊരിക്കാം. നല്ല ചൂടായ എണ്ണ, പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമ്മളിങ്ങനെ പൊരിച്ചെടുക്കുക. ഇത് ഓൾറെഡി വെന്ത് കഴിഞ്ഞ പൊട്ടാറ്റോ ആണല്ലോ, പെട്ടെന്ന് തന്നെ ആവും. ജസ്റ്റ് ആ ഒരു കളർ കിട്ടിയാൽ മതി. ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് പൊരിച്ച് കോരി മാറ്റിയെടുക്കാം. അപ്പോൾ ഒരു സൈഡ് കളർ മാറിക്കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത് എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ, ഞാൻ ഒഴിച്ച എണ്ണ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ആക്കാം. ചൂടോടെ തന്നെ ടൊമാറ്റോ സോസ് കൂട്ടിയിട്ട് കഴിക്കാം. അപ്പോൾ ഇനി പുറത്തുനിന്നൊന്നും വാങ്ങാതെ കുട്ടികൾ ആവശ്യപ്പെടുമ്പോഴൊക്കെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാം. ഒരു ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ തന്നെ ഒരു പ്ലേറ്റിൽ ഫുള്ളുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ മാറ്റി വെച്ചിരുന്നില്ല ട്രേയിൽ, അതിപ്പോൾ നല്ലോണം തണുത്ത് ഹാർഡായി വന്നിട്ടുണ്ട്. ഇനി അതിന് നമുക്കതിന്ന് അടർത്തിയെടുത്തിട്ട് സിപ്ലോ കവറിലാക്കാം. ഇനി തണുപ്പിച്ച ശേഷം കവറിലാക്കുമ്പോൾ അത് ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.